നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്ലെയിൻ സാരി വിത്ത് പ്രിന്റഡ് ബ്ലൗസോ. ഒത്തിരി കാലമായി പ്ലെയിൻ സാരിയും പ്രിന്റഡ് ബ്ലൗസും കാണിച്ചിട്ട് ഒത്തിരി കാലമായി. കാണിക്കാനായിട്ട് ഇത് തയ്യാറായിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷേ അതിൻ്റെ സമയം വന്നില്ല. അതുള്ളൂ, അത്ര ഉള്ളു കാര്യം, വേറെ ഒന്നുമില്ല. ഇതുവരെ നമ്മൾ കാണിച്ചിട്ടുള്ള ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് വെക്കുന്നത് വിചിത്ര സിൽക്കിൻ്റെ സാരിയാണ്. വിചിത്ര സിൽക്കിൻ്റെ സാരിയെ പറ്റി അറിയത്തില്ലാത്തവരില്ല. എന്നാലും ഞാൻ കുറച്ച് കാര്യം പറയുക. ഈ വിചിത്ര സിൽക്ക് എന്ന് പറയുന്ന മെറ്റീരിയൽ ഇത് ആൾക്കാർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നു. വിചിത്ര സിൽക്ക് എന്ന് പറയുന്ന മെറ്റീരിയൽ മീറ്ററിന് 60 രൂപ തൊട്ട് മാർക്കറ്റിൽ ലഭ്യമാണ്. 60 രൂപയ്ക്കും കിട്ടും, 300 രൂപയ്ക്കും കിട്ടും. പക്ഷെ എല്ലാം ഒന്നല്ല. വിചിത്ര സിൽക്കിൻ്റെ സ്റ്റഫില്, ഈ ഗ്ലോയില്, ഇതിൻ്റെ കനത്തില്, അങ്ങനെ ഈ സ്റ്റഫിനൊരു തരിതരിപ്പുണ്ട്. അതിൽ എല്ലാം വ്യത്യാസമുണ്ട്. സാരി വരെ, അതായത് 200 രൂപ താഴെ സാരി മാത്രമായിട്ട് വരെ കിട്ടും. പക്ഷെ അത്രയേ ഉള്ളൂ ക്വാളിറ്റി എല്ലാ സാധനവും മിന്നുന്നതെല്ലാം ഒന്നല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് നമ്മളുടെ ഏറ്റവും ഹൈ ക്വാളിറ്റി അല്ല, മീഡിയം ക്വാളിറ്റിയാണ്. ഹൈ ക്വാളിറ്റിക്ക് ഈ റേറ്റിൽ സാരിയും ബ്ലൗസും കൊണ്ട് തരാൻ പറ്റത്തില്ല. ഇത് തന്നെയാണ് നമ്മൾ എന്നും കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് എത്രയോ എണ്ണം കൊടുത്തിട്ടുണ്ടെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സെയിം മെറ്റീരിയൽ, സെയിം സ്റ്റഫ്, സെയിം റേറ്റ്, അങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ പ്രാവശ്യം നമ്മൾ പ്രിന്റഡ് ബ്ലൗസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. പ്ലെയിൻ സാരിക്ക് ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ മാർക്കറ്റിൽ നല്ല എന്നാ പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്, എന്നാൽ ഫംഗ്ഷൻ എടുക്കാൻ പറ്റുന്ന ഇതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ് പ്ലെയിൻ സാരി. പ്ലെയിൻ സാരി നമുക്ക് പിന്നെ നെയ്യപ്പം തിന്നാൻ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ, പ്ലെയിൻ സാരി വാങ്ങിച്ചാൽ നമുക്ക് സാരിയായിട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ഒക്കെ ആക്കി മാറ്റാം. കുർത്തിയോ ചുരിദാർ സെറ്റോ ഫ്രോക്കോ സ്കേർട്ടോ മിഡിയോ എന്ത് വേണമെങ്കിലും ആക്കി മാറ്റാം. നല്ല സിൽക്കി ഫീൽ തരുന്ന ഒരു മെറ്റീരിയലാണ്. ഞാൻ ഇതിൻ്റെ ഒരെണ്ണം അഴിച്ച് കാണിക്കാം. ലാസ്റ്റ് ഏറ്റവും അവസാനം ഒരെണ്ണം അഴിച്ച് കാണിക്കാം. ഇപ്പോൾ ഒന്നിച്ചിങ്ങനെ കാണിക്കാം. ഇതാണ് ആദ്യത്തെ കോമ്പിനേഷൻ. നല്ല ഡാർക്ക് മെറൂണ്, നല്ല ഗ്ലോ ഉണ്ട്. ഇതിൽ ഇങ്ങനെ ഒരു പ്രിന്റഡ് ബ്ലൗസ്. 1 മീറ്റർ എന്നാണ് ഇത് ബ്ലൗസ് വരുന്നത്. ഇതിന് റിട്ടേണും എക്സ്ചേഞ്ച് റീഫണ്ടോ ഒന്നുമില്ല. കാരണം റണ്ണിങ് ആണ്, ബ്ലൗസ് കട്ട് ചെയ്ത ബ്ലൗസാണ്, അതുകൊണ്ട് ഇതില്ല. ഇത് എല്ലാം വന്നിരിക്കുന്നത് നമ്മൾ കോൺട്രാസ്റ്റ്, ഇത് എന്താ പറയുന്നത് മാച്ചിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ടാണ് മെജോറിറ്റിയും ചെയ്തിരിക്കുന്നത്. ഇതിന് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, എൻ്റെ സ്റ്റാഫിനാണ്. ഞാൻ ആദ്യമായിട്ടാണ് പ്ലെയിൻ സാരി വെച്ച് ഏതൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാതെ വീഡിയോ ഇടുന്നത്. കാരണം അത്രയ്ക്ക് എനിക്ക് നേരം കിട്ടിയില്ല. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ആംബിയറൊന്നും ഇല്ലെന്ന്, എന്നാലും വീഡിയോ എടുക്കുക. ഞാൻ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതുപോലെ നിൽക്കുന്നത്. നല്ല ബാക്ക് പെയിൻ 2 ദിവസമായിട്ട്. അങ്ങനെ സാധനം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അത്രയ്ക്കും ഇപ്പോൾ അതുമായി സാരില്ല. തമ്പുരാൻ തരുന്നല്ലേ എല്ലാം. 2 കൈ നീട്ടി സ്വീകരിക്കുക, അത്ര തന്നെ. ഇത് മസ്റ്റാർഡ് യെല്ലോയുടെ ഒരു ഷെയ്ഡ് കേട്ടോ, നല്ലൊരു യെല്ലോ ഷെയ്ഡ്. ഇതാണ് അതിൻ്റെ കോമ്പിനേഷനായിട്ട് വെച്ചിരിക്കുന്ന ബ്ലൗസ്. 1 മീറ്റർ ഉണ്ട് ബ്ലൗസ് എന്നാണ്. 1 മീറ്റർ ഉണ്ട്, ഏകദേശം 1 മീറ്റർ ഉണ്ട്. 98, 95, 98, 1 മീറ്റർ അങ്ങനെയാണ് വരുന്നത്. ഇതാണ് അടുത്തത്. ഇത് ബ്ലൗസ് മാത്രമായിട്ടും സാരി മാത്രമായിട്ടും തരില്ല കേട്ടോ. ബ്ലൗസും സാരിയും കൂടെ ഒന്നിച്ചേ തരില്ലേ. ഒത്തിരി പേര് അങ്ങനെ ചോദിക്കുന്നത് കാണുമ്പോൾ. കാരണം ഒത്തിരി പേരുടെ കയ്യിൽ ഒത്തിരി ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു, മാച്ചിങ് എന്നുള്ള കോമ്പിനേഷൻ അല്ല. നമ്മളിങ്ങനെ ഓരോ കോൺസെപ്റ്റ് പുതിയതായിട്ട് വരുമ്പോൾ അങ്ങനെയാണത്. അല്ലാതെ നമ്മളിങ്ങനെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും കണ്ടു വന്ന സാധനമല്ല. പുതിയത് നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും ഒക്കെ അവതരിപ്പിച്ചാണല്ലോ പുതിയത് വരുന്നത്. അപ്പം ഇത് പുതിയൊന്നും അവതരിപ്പിക്കുന്നേ ഉള്ളൂ. ഒരു ബന്ധവും ഇല്ലാത്ത സാധനങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അവർ നല്ല സ്വരുമയോടെ ഒത്തൊരുമയോടെ നല്ല ഭംഗിയായിട്ട് പോകും. അതാണ് നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം. അടുത്ത ഇത് ബോട്ടിൽ ഗ്രീൻ, രാമാഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ് സാരിക്ക്. ബ്ലൗസിനും അത് തന്നെയാണ്. പക്ഷേ ബ്ലൗസ് സാരിയെ കഴിഞ്ഞ് ലൈറ്റാണ്. സിൽവറിൻ്റെ ഒരു ഷെയ്ഡ്, സിൽവർ അല്ലെങ്കിൽ ഗ്രേയുടെ ഒരു ഷെയ്ഡ്. അതിൻ്റെ കൂടെ ഈ ഒരു കോമ്പിനേഷൻ വരുന്ന ബ്ലൗസ്. ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ക്രോപ്പ് ടോപ്പൊക്കെ തയ്ക്കാം കേട്ടോ. ക്രോപ്പ് ടോപ്പും പിന്നെ സ്കേർട്ടും ഒക്കെ തയ്ക്കാം. ഓണമൊക്കെ അല്ലേ വരുന്നത്, വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും. കളേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ബ്ലൗസ് മാറുന്നതേ ഉള്ളൂ. ഡാർക്ക് മെറൂൺ വിത്ത് മസ്റ്റാർഡ് യെല്ലോ.
അത് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം. ആ രണ്ട് കളറും കൂടെ ചേരുമ്പോൾ ഇത് കളറിന് തമ്മിൽ ഇത് പറയുന്നത് എന്നെ അയൽവക്ക ബന്ധം പോലും ഇല്ല. പക്ഷെ ആ ബന്ധത്തെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഒരു പുതിയ ഒരു ഇതായിട്ട് എടുക്കുക. ആ ഒരു മനസ്സിലാക്കി അതിനോട് ടേസ്റ്റ് ഉള്ളവരായിരിക്കും ഇത് വാങ്ങിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു. നല്ലൊരു യെല്ലോ കേട്ടോ, മസ്റ്റാർഡ് യെല്ലോയുടെ നല്ലൊരു യെല്ലോയാണ്. ഇതിൽ ഒരു പിങ്കിൻ്റെയും ഗ്രീൻ ബ്ലൂവിൻ്റെയും കൂടെ ഷെയ്ഡ് വരുന്ന സാരി ബ്ലൗസ്. അടുത്ത് തിരിച്ചു വന്നു, മസ്റ്റാർഡ് യെല്ലോ ബ്ലൗസായിട്ട് വന്നു സാരി. ഇതാ രാമാഗ്രീൻ്റെ കളറുള്ള സാരി, നല്ല കളറാണ് ബ്ലൗസിൻ്റെ കേട്ടോ. ഇത് നല്ല രണ്ടും നല്ല കളറായിട്ടുള്ള കളർ. അപ്പം നമുക്ക് എന്നെ എടുക്കാം, നമുക്കുണ്ടല്ലോ ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാം. നമുക്ക് എന്നിട്ട് ഇതിന് ചേരുന്ന ഓർണമെന്റ്സ് ഇട്ടാൽ മതി. ഈ ഞാൻ പറയുന്ന കേട്ടോ, എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് കേട്ടോ, ഈ മൾട്ടി കളർ മുത്തുമാല പേളുമാലയൊക്കെ വരുമല്ലോ, മൾട്ടി ഷെയ്ഡുള്ള നല്ല ഉരുണ്ട മുത്തുള്ള അങ്ങനത്തെ ഒക്കെ ഇട്ടാൽ വേറൊരു ലുക്കായിരിക്കും. ഞാൻ ചുമ്മാ ഒരു ഐഡിയ ഇട്ട് തരുന്നേ. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, ഞാനും അങ്ങനെ ആരോ പറഞ്ഞാലും കേൾക്കും, ആ അതേ കൊള്ളാലോ നല്ലതാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ളത് ഇടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്നെ സംതൃപ്തിപ്പെടുത്തിയാലല്ലേ അല്ലേ, അതല്ലേ ശരിയാവത്തുള്ളൂ. എനിക്ക് ഒരു സന്തോഷമില്ലാത്തൊരു സാധനം മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ സാക്രിഫൈസ് ചെയ്യണം. ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ എന്തിനാണ് സാക്രിഫൈസിന് പോകുന്നത്? വലിയ തലയൊന്നും ആട്ടണ്ട. ഇത് വേറെ കളറാണോ? ഇത് പിസ്താഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ്. ഇങ്ങനെ പിടിച്ചാലോ ഒക്കുന്നുണ്ട്. ഇച്ചിരി അടുത്ത് കൊണ്ടിട്ടെ ടിഷ്യൂ. ഇതാണോ ഇത് ബ്ലൗസ്? സാരിയോ? അങ്ങനെ പറഞ്ഞാൽ കേൾക്കാട്ടോ. അങ്ങനെ കേൾക്കാൻ മേലാത്ത കാര്യമൊന്നും പറഞ്ഞില്ല കേട്ടോ. സാരി ബ്രൈറ്റാന്നാ പറഞ്ഞേ. ഇതില്ലേ പിസ്താഗ്രീൻ്റെ ഒരു ഷെയ്ഡാട്ടോ. ആ മൊബൈലിന് ഒന്ന് സൈലൻ്റ് ആക്കാം, ഇരുന്ന് ചിലക്കാൻ തുടങ്ങും. പിന്നെ ഇത് ബ്ലൗസ്. ഇത് പോകുന്നൊന്നുമല്ല കേട്ടോ, ഇതിൻ്റെ കളറൊന്നും അങ്ങനെ ഈ ഗോൾഡ് കളർ പോലത്തെ ഗോൾഡ് അല്ല, ഒരു പ്രിൻ്റ്. അത് പോകത്തൊന്നുമില്ല. മഞ്ഞ കളറിൻ്റെ അങ്ങനത്തെ ഒരു മഞ്ഞയല്ല, എന്താണ് പറയുന്നത്. ഇതാ വേറെ നല്ലൊരു കോമ്പിനേഷൻ. ഇതങ്ങനെ തന്നെ കാണണം കേട്ടോ. ആ ഒരു മൈൻഡോട് കൂടി കണ്ടാലേ നമുക്ക് ഇഷ്ടമാവത്തുള്ളൂ. നമ്മളെപ്പോഴും കണ്ട് മടുത്ത സാധനങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന അതുപോലെ ഈസി ആയിരിക്കത്തില്ല. നമ്മൾ പുതിയതായിട്ടൊരു സാധനം ഇടുമ്പോൾ ഇപ്പം മാർക്കറ്റിൽ തന്നെ എല്ലാം മോഡലുകൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കാണെങ്കിൽ ഒത്തിരി വന്നിട്ടുണ്ട് ബ്ലൗസൊക്കെ, ഈ റെഡിമെയ്ഡ് ബ്ലൗസ് നല്ല ഇവിടെ ഇങ്ങനെ എന്നാ സ്ലീവാ, എന്തോ ഒരു സ്ലീവ് ഉണ്ടല്ലോ, പിന്നെ പറയാവേ പഫ് സ്ലീവ് ഒന്നുമല്ല, അത് കേട്ട് മടുത്തൊരു സാധനം. എനിക്കല്ലേലും ഇങ്ങനെയാണല്ലോ, അത് കിട്ടത്തില്ല. ഇത് അങ്ങനെ അതെന്തോ പറയാൻ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒത്തിരി സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് നിങ്ങളിതിനെ കാണാവുള്ളൂ. അല്ലാതെ ഇത് വാങ്ങിച്ചു കഴിയുമ്പോൾ അയ്യേ നോക്കി നല്ലതാണെന്ന് നമ്മൾ എപ്പോഴും നല്ലതാണെന്ന് വിചാരിച്ച് എന്ത് കണ്ടാലും നമുക്ക് നല്ലതാണെന്ന് തോന്നും. എന്ത് നല്ല സാധനം അഴുക്കാന്ന് വിചാരിച്ച് കണ്ടു കഴിഞ്ഞാൽ അഴുക്കാൻ തോന്നും. എന്തൊക്കെ ഐഡിയോളജിയാണ്, സിദ്ധാന്തങ്ങൾ. സിക്സാഗ് എത്ര സാരിക്കിടാമെന്നറിയോ ഈ ബ്ലൗസ്? ഓണമൊക്കെ വരുമ്പം കേരള സാരിക്കോ സെറ്റ് സാരിക്കോ ഒക്കെ അടിപൊളി ബ്ലൗസാണ്. ബ്ലൗസ് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് തരത്തുമില്ല. ഈ കളർ ഇവിടെ വന്നിട്ടുമില്ല. ഇത്തെ ബ്ലാക്ക് വന്നിട്ടുണ്ട്, ഗ്രീൻ വന്നിട്ടുണ്ട്, യെല്ലോ വന്നിട്ടുണ്ട്. ഓപ്പോസിറ്റാണ്, പക്ഷെ അടിപൊളിയായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ. ഇത് വേറൊരു യെല്ലോ, ഇച്ചിരി കൂടെ ഗ്ലോ ഉള്ള യെല്ലോയാണ്. സിൽവർ ഡിസൈൻ വരുന്ന ബ്ലാക്ക് ബ്ലൗസ്. പീച്ചുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കളറാണ് ഇവിടെ വന്നിരിക്കുന്നത്. മുമ്പേ കാണിച്ച ഗ്രീനിന്റെ വേറൊരു ഇതിന് ഈ കളറുണ്ട്. ഇവിടെ റെഡ്, ഡാർക്ക് റെഡും പിസ്ത. ഇവിടെ ലൈറ്റ് ഡാർക്ക്, ഇവിടെ ലൈറ്റ്. മഞ്ഞയും പച്ചയും എപ്പോഴത്തെയും എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇത്, ഞാൻ ഒഴികെ.
ഞാൻ ശരിക്കും പറയാം, എനിക്കതിനോട് വലിയ അട്രാക്ഷൻ ഇല്ല. പിന്നെ മഞ്ഞയും പച്ച എന്നുള്ള കളർ അത്ര വലിയ ഇത് തോന്നുന്നു. പക്ഷെ എല്ലാവർക്കും ഒരു 100 പേരെ എടുത്താൽ 90 പേർക്കും ഇഷ്ടമാണ്. ഒരു സൈസ് പിങ്ക് പീച്ച് ഷെയ്ഡ്, പിങ്കാണ് കൂടുതലും. നല്ല എന്നാ ബ്ലൂ, പീക്കോക്ക് ബ്ലൂ. നല്ലൊരു റെഡിഷ് മെറൂണിനെ കഴിഞ്ഞും ഡാർക്കാണ്, മെറൂണാണ് കൂടുതൽ അതിന് ചേരുന്ന നല്ല ഒരു ബ്ലൗസ്. ഇനി ഇത് പർപ്പിൾ വരും. ഇവിടെ രാമഗ്രീൻ്റെ ഒരു ഷെയ്ഡ്, രാമഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല, രാമഗ്രീൻ അല്ല കേട്ടോ, എന്തോ ഒരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ്. നല്ലൊരു കളറാട്ടോ, ഈ സാരിക്ക് നല്ലൊരു കളറാണ്. പർപ്പിൾ വരും ബ്ലൗസ്. കാന്ത കോട്ടൻ്റെ മെറ്റീരിയൽ, അതിൽ ബ്ലൗസ്. ഇതിനൊന്നും അധികം സ്റ്റോക്കില്ലേ, വേണ്ടവർ ആദ്യം തന്നെ. കഴിഞ്ഞ ദിവസം ഷോളിൻ്റെ കാര്യം പറഞ്ഞ പോലെ 5-8 ഷോൾ ഓരോരുത്തർ ബുക്ക് ചെയ്തിട്ട് പോകും. പക്ഷെ ഷോള് പിന്നെ ആൾക്കാരെ കാണാനില്ലെന്ന് പറഞ്ഞ പോലെ 5-8 ഷോള് ബുക്ക് എന്ന് പറഞ്ഞാൽ സാരി ഞാൻ ഒരു കാര്യം ഭയങ്കരമായിട്ട് അപേക്ഷിക്കുക. നിങ്ങൾ ഈ ചിലരുണ്ടല്ലോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങോട്ട് അയക്കും, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ അപ്പോൾ ഇപ്പോൾ 20 എണ്ണം കാണിച്ചെങ്കിൽ ഒരു 18 എണ്ണത്തിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കും. എന്നിട്ട് നമ്മൾ ഈ 18 എണ്ണം ഇരുന്ന് നോക്കി ഇന്നത്തെ ഏതൊക്കെ ഉണ്ടെന്നെല്ലാം തപ്പി വരുമ്പോൾ ഒരു സാധനം മതി എന്ന് പറയും. അങ്ങനെ പറയരുത് കേട്ടോ, അത് നമ്മൾ കൊടുക്കാനുള്ള ആൾക്കാരോട് ചെയ്യുന്ന ചതിയാണ്. ചതി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചതിയെന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ അങ്ങനത്തെ വാക്കൊന്നും ഉപയോഗിച്ചല്ല. ഒരു കോമഡിക്ക് നമ്മൾ പറയില്ല ചതിച്ചു എന്ന് പറയും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്നാ കോമ്പിനേഷനാന്ന് നോക്കിയേ, മഞ്ഞയും പർപ്പിളും എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ബ്രിക്കിൻ്റെ ഒക്കെ ഒരു കളർ അല്ലേ, കളറും കോമ്പിനേഷൻ. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, അത്രേ ഉള്ളൂ. സത്യം പറയും ചുരിദാർ സെറ്റോ പിന്നെ സെറ്റും മുണ്ടോ അങ്ങനത്തെ പല അജർക്ക് ബ്ലൗസൊക്കെ വരുന്ന സെറ്റും മുണ്ടും എല്ലാം ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പിന്നെ ചുരിദാർ സെറ്റും മുടാളും മറ്റേത് മറിച്ചത് എല്ലാം വന്നിട്ടുണ്ട്. ഒത്തിരി സാധനങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്വന്തം കുർത്തികൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കാണിക്കണമെന്ന് ഓർത്തുണ്ട്, പക്ഷേ എനിക്ക് ആമ്പിയറില്ല. നാളത്തെ വീഡിയോ എടുക്കാനുള്ള ശേഷി പോലും എനിക്കുണ്ടാവുമെന്ന് അറിയത്തില്ല. ഈ വീഡിയോ കഴിഞ്ഞാൽ അന്നേരം ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകും. എനിക്ക് അത്രയ്ക്ക് വയ്യ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം എൻ്റെ വയ്യ ഒന്ന് മാറാനായിട്ട്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് നിൽക്കാൻ വയ്യ, ഒട്ടും നിൽക്കാൻ വയ്യ. പ്രാർത്ഥിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്ന ഇത് കാണുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം എല്ലാം പെട്ടെന്നൊന്ന് മാറാൻ. എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മളെ കൊണ്ട് എന്നാ പറ്റും. കുറച്ച് ദിവസമായിട്ടൊരു എന്തോ എവിടെയോ ഇത്രയും നാളത്തെ ഓട്ടത്തിൻ്റെ അലച്ചിലിൻ്റെ ഒക്കെ ആയിരിക്കും. അപ്പം മെസ്സേജിൻ്റെ കോൺടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 2500 ഗിഫ്റ്റിൻ്റെ കോൺടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം മെസ്സേജ് അയയ്ക്കുക, നല്ല മെസ്സേജുകൾ അയയ്ക്കുക. കഴിഞ്ഞ മെസ്സേജിൻ്റെ ആളെ ഉടമസ്ഥനെ കിട്ടിയിട്ടുണ്ട്. 1420 രൂപയുടെ സാരിയാണ് ആ പുള്ളിക്കാരത്തേക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇനി അടുത്ത നല്ല മെസ്സേജിന് അടുത്ത വെള്ളിയാഴ്ച, അതായത് നാളെ കഴിഞ്ഞത്തെ ഇതിനകത്ത് പറയും. ഞങ്ങൾ ആൾക്കാരുടെ എത്രയും പേര് ഇപ്പോഴത്തന്നെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.